ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലൈറ്റ് റിഫ്ലക്ഷൻ റിഫ്രാക്ഷൻ എന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു. അതിൽ തന്നെ നമ്മൾ റിഫ്ലക്ഷൻ എന്താണെന്നും കോൺകേവ് മിററിൻ്റെ പല പൊസിഷനിലുള്ള ഇമേജ് ഫോർമേഷനും അതിൻ്റെ റേ ഡയഗ്രാംസും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്നിനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മിറർ ഫോർമുലയാണ്. അതായത് ഓരോ പൊസിഷനിലും ഓബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ മിറർ ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുന്നത് എക്സാക്ട്ലി, അല്ലെങ്കിൽ എത്ര വലുതായിട്ടാണ് എത്ര ചെറുതായിട്ടാണ് അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ മിറർ ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ മിറർ ഫോർമുല ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷനാണ്. അതായത് ഓരോ ഡിസ്റ്റൻസിൻ്റെയും വാല്യൂ നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നതെന്നാണ് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ കാർട്ടീഷ്യൻ സൈൻ നിങ്ങൾക്കറിയാം, നിങ്ങൾ മാത്തമാറ്റിക്സിലൊക്കെ ചെയ്യുമ്പോൾ കാർട്ടീഷ്യൻ പ്ലെയിൻ എടുക്കുകയാണെങ്കിൽ ഇത് വൈ ആക്സിസ്, ഇത് എക്സ് ആക്സിസ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം ഇതൊരു ഒറിജിനാണ് അല്ലേ. ഈ ഒറിജിനിൻ്റെ റൈറ്റ് സൈഡിലേക്കുള്ള എല്ലാ വാല്യൂസും നിങ്ങൾ എങ്ങനെയാണ് എടുക്കുന്നത്? പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. ഇനി ലെഫ്റ്റ് സൈഡിലോട്ടുള്ള വാല്യൂസ് എല്ലാം നെഗറ്റീവായിട്ടാണ് എടുക്കുന്നത്. അതുപോലെ മുകളിലേക്കുള്ള വാല്യൂസ് നമ്മൾ പോസിറ്റീവായിട്ടും താഴേക്കുള്ള വാല്യൂസ് നെഗറ്റീവായിട്ടും. അപ്പോൾ ഒറിജിൻ്റെ വലത് ഭാഗം പോസിറ്റീവ്, മുകളിലും പോസിറ്റീവ്, ഇടത് ഭാഗത്ത് നെഗറ്റീവ്, താഴേക്കും നെഗറ്റീവ്. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ മിററിൽ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നമ്മളൊരു കോൺകേവ് മിററാണ് വരയ്ക്കുന്നതെന്ന് വിചാരിക്കുക. ഈ കോൺകേവ് മിററിൽ ഇതെന്താണ്? പ്രിൻസിപ്പൽ ആക്സിസ് അല്ലേ. അപ്പോൾ ഇത് സെൻറ്റർ ഓഫ് കർവേച്ചർ, ഇത് ഫോക്കസ്. ഈ ഡിസ്റ്റൻസ് നമ്മൾ എന്ത് പറഞ്ഞു? റേഡിയസ് ഓഫ് കർവേച്ചർ, ഇത് പോൾ. അപ്പോൾ നമ്മൾ ഇതിനെ ഒരു കാർട്ടീഷ്യൻ പ്ലെയിൻ ആയിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ അത് വരയ്ക്കാം. ഇതാണ് ഒരു കാർട്ടീഷ്യൻ പ്ലെയിൻ എന്ന് വിചാരിക്കുക. ഈ കാർട്ടീഷ്യൻ പ്ലെയിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഇവിടെ പോളാണല്ലേ. അപ്പോൾ പോളിൻ്റെ വലത് ഭാഗത്തേക്ക് വരുന്ന എല്ലാ വാല്യൂസും, അതായത് ഇമേജ് ഇപ്പുറത്താണ് വരുന്നതെങ്കിൽ അതെല്ലാം നമ്മൾ എന്തായിട്ട് കണക്കാക്കണം? പോസിറ്റീവായിട്ട് എടുക്കണം. അതേസമയം ലെഫ്റ്റ് സൈഡിൽ വരുന്ന എല്ലാം എന്തായിട്ട് എടുക്കും? നെഗറ്റീവായിട്ട് എടുക്കും. അതുപോലെ ഈ പോളിൻ്റെ മുകളിലേക്ക് വരുന്ന വാല്യൂസ് എല്ലാം തന്നെ പോസിറ്റീവായിട്ടും താഴേക്ക് വരുന്ന എല്ലാം തന്നെ നെഗറ്റീവായിട്ടും നമുക്ക് എടുക്കാം. ഇനി നമുക്കിതെങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കാം. ആദ്യമായിട്ട് ഞാനിവിടെ എഴുതിയിരിക്കുന്നത് ഓബ്ജക്റ്റ് ഹൈറ്റ് ആണ്. നമ്മൾ എടുക്കുന്ന ഓബ്ജക്റ്റ്, അതിപ്പോൾ പ്രിൻസിപ്പൽ ആക്സിസിൽ ഇവിടെയാണ് ഒരു ഓബ്ജക്റ്റ് എന്ന് വിചാരിക്കുക. ഈ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓബ്ജക്റ്റ് ഹൈറ്റ്. അത് നമ്മൾ ഹൈറ്റ് ഓഫ് ദി ഓബ്ജക്റ്റ്, HO എന്ന് നമുക്ക് പറയാം. ഇനി ഇമേജ് ഫോം ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇവിടെയാണ് ഇമേജ് ഫോം ചെയ്തതെന്ന് കരുതുക. ഈ ഇമേജിൻ്റെ ഹൈറ്റിനെ നമുക്ക് എന്ത് പറയാം? ഹൈറ്റ് ഓഫ് ദ ഇമേജ്, HI എന്ന് നമുക്ക് സൂചിപ്പിക്കാം. പിന്നെയുള്ളത് ഫോക്കൽ ലെങ്ത് ആണ്. ഈ ഡിസ്റ്റൻസ് സെൻറ്റർ ഓഫ് ഫോക്കസിൽ നിന്ന് പോളിലോട്ടുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. അതിന് നമ്മൾ സ്മോൾ ലെറ്റർ F ആണ് ഉപയോഗിക്കുന്നത്. ഇനി ഈ ഓബ്ജക്റ്റ് എവിടെയാണോ നമ്മൾ വച്ചിരിക്കുന്നത് ആ ഒബ്ജക്റ്റിൽ നിന്ന് മിററിലേക്കുള്ള ദൂരം, അതായത് പോളിലേക്കുള്ള ദൂരമാണ് നമ്മളതിൻ്റെ ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഓബ്ജക്റ്റും മിററും തമ്മിലുള്ള ഡിസ്റ്റൻസാണ് എന്ത്? ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ്. ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യുന്നത് U എന്നൊരു ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ ഈ ഇമേജിൽ നിന്ന് മിററിലേക്കുള്ള ഡിസ്റ്റൻസ്, ഇമേജ് നമുക്ക് മിക്കവാറും റിയൽ ഇമേജ് ആണെങ്കിൽ സ്ക്രീനിലാണ് ലഭിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഇമേജിൽ നിന്ന് മിററിലേക്കുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ V എന്നും എടുക്കുന്നു. ഇനി എത്ര വലുതായി കാണിക്കുന്നു അല്ലെങ്കിൽ എത്ര ചെറുതായി കാണിക്കുന്നു എന്നത് മാഗ്നിഫിക്കേഷൻ അഥവാ M കൊണ്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം. ഹൈറ്റ് ഓഫ് ദി ഓബ്ജക്റ്റ് HO, ഹൈറ്റ് ഓഫ് ദ ഇമേജ് HI, ഡിസ്റ്റൻസ് ഫ്രം ദ ഓബ്ജക്റ്റ് ടു ദ മിറർ, ദാറ്റ് ഈസ് ദ ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ്, അതെന്താണ്? U. ഇമേജിൽ നിന്ന് മിററിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഇമേജ് ഡിസ്റ്റൻസ്, അത് V. ഇനി ഫോക്കസിൽ നിന്ന് മിററിൻ്റെ പോളിലേക്കുള്ള ദൂരമാണ് ഫോക്കൽ ലെങ്ത്. ഇനി ഇതെങ്ങനെ നമുക്ക് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവായിട്ട് എടുക്കാമെന്ന് നോക്കാം. എപ്പോഴും നമ്മൾ ഓബ്ജക്റ്റ് ലെഫ്റ്റ് സൈഡിലാണ് വയ്ക്കുന്നത്. ഇനി ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എന്തൊക്കെയാണ് നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് നോക്കാം. ഓൾ ഡിസ്റ്റൻസസ് ആർ മെഷർഡ് ഫ്രം ദ പോൾ. അപ്പോൾ നമ്മൾ എപ്പോൾ ഒരു ഡിസ്റ്റൻസ് മെഷർ ചെയ്താലും എവിടെ നിന്ന് മെഷർ ചെയ്യണം? പോളിൽ നിന്നാണ് നമ്മൾ മെഷർ ചെയ്യേണ്ടത്.
പിന്നെ ഓബ്ജക്റ്റ് എപ്പോഴും നമ്മൾ ലെഫ്റ്റ് സൈഡിലാണ് വെക്കാറ്. കാരണം ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് ലൈറ്റ് വരുന്നതെന്നാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഓബ്ജക്റ്റ് വെക്കുമ്പോൾ ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് എവിടെ വരും? പോളിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരും. ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഒരു ഓബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് യു എന്തായിരിക്കും? എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും അല്ലേ? കാരണം ലെഫ്റ്റ് സൈഡ്, പോളിൻ്റെ ലെഫ്റ്റ് സൈഡ് നമ്മൾ നെഗറ്റീവായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ യു ഈസ് ഓൾവേസ് നെഗറ്റീവ്. നിങ്ങളിത് ഓർത്ത് വെച്ചേക്കുക. ഒരിക്കലും യു പോസിറ്റീവ് ആകില്ല. അത് ലെൻസ് ആയാലും മിറർ ആയാലും കോൺകേവ് ആയാലും കോൺവെക്സ് ആയാലും ഏതൊരു കാര്യത്തിലും നമ്മൾ യു കണ്ണടച്ച് നമുക്ക് എന്തായിട്ട് എടുക്കാം? നെഗറ്റീവായിട്ട് എടുക്കാം. ഇനി ഇമേജ് ഫോംഡ് ബിഹൈൻഡ് ദ മിറർ, ദാറ്റ് ഈസ് വി ഈസ് പോസിറ്റീവ്. അതായത് നമ്മൾ ഒരു കോൺകേവ് മിററിൻ്റെ ഇമേജ് ഫോർമേഷനിൽ ബിറ്റ്വീൻ എഫ് ആൻഡ് പി എന്ന പൊസിഷനിൽ നമ്മൾ ഓബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇമേജ് നമുക്ക് എവിടെയാണ് കിട്ടിയത്? ബിഹൈൻഡ് ദ മിറർ അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ ഈ സൈഡിൽ റൈറ്റ് സൈഡിലാണ് ഇമേജ് ഫോം ചെയ്തത്. അപ്പോൾ ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഇതപ്പോൾ എങ്ങനെയായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അതേസമയം ഇമേജ് ഈ സൈഡിലാണ് ഫോം ചെയ്യുന്നതെങ്കിൽ ഇമേജ് ഡിസ്റ്റൻസ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം കോൺകേവ് മിററിൽ ആദ്യത്തെ 5 പൊസിഷൻസ്, അതായത് ഇൻഫിനിറ്റി, ബിയോണ്ട് സി, അറ്റ് സി, ബിറ്റ്വീൻ സി ആൻഡ് എഫ്, അറ്റ് എഫ്, അത്രയും ഭാഗത്തും നമുക്ക് എന്താണ് കിട്ടുന്നത്? ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ. അപ്പോൾ അവിടെ എല്ലാം വി എന്തായിട്ട് എടുക്കും? നെഗറ്റീവായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതേസമയം ലാസ്റ്റ് പൊസിഷൻ ബിറ്റ്വീൻ എഫ് ആൻഡ് പി വരുമ്പോൾ അത് അപ്പുറത്തെ സൈഡിലാണ്, അതായത് മിററിൻ്റെ പുറകിലാണ്. അപ്പോൾ നമ്മളവിടെ വി എന്തായിട്ട് എടുക്കണം? പോസിറ്റീവായിട്ട് എടുക്കണം. ഇനി കോൺവെക്സ് മിറർ ആണെങ്കിലോ? കോൺവെക്സ് മിററിലാവുമ്പോൾ 2 പ്രാവശ്യവും മിററിൻ്റെ ബിഹൈൻഡിലാണ് നമുക്ക് ഇമേജ് കിട്ടുന്നത്. അപ്പോൾ അവിടെ എപ്പോഴും ഇമേജ് ഫോർമേഷൻ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ കോൺവെക്സ് മിററിന് ഇമേജ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അതേസമയം നമ്മുടെ കോൺകേവ് മിററിന് ഇമേജ് ഡിസ്റ്റൻസ് നെഗറ്റീവോ പോസിറ്റീവോ ആകാം. അടുത്തതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫോക്കൽ ലെങ്ത് ആണ്. ഫോക്കൽ ലെങ്ത് കോൺകേവ് മിററിന് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. കാരണം നമുക്കറിയാം ഒരു മിറർ, കോൺകേവ് മിറർ വരച്ചാൽ അത് ഉള്ളിലേക്കാണ് കർവ് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ അതിൻ്റെ മുമ്പിലാണ് അതിൻ്റെ ഫോക്കസ് വരുന്നത്. അതേസമയം ഒരു കോൺവെക്സ് ലെൻസ് ആണെങ്കിലോ ഇതിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ, ഫോക്കസ് ഒക്കെ ബിഹൈൻഡ് ആണ്. അപ്പോൾ കോൺകേവ് മിററിൽ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും ഫോക്കൽ ലെങ്ത്. കോൺവെക്സ് മിറർ ആണെങ്കിലോ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഇനി ഇത് നിങ്ങൾക്ക് മിററിൽ മാത്രമല്ല ലെൻസിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ കോൺകേവ് ആയാൽ മിറർ ആണെങ്കിലും ലെൻസ് ആണെങ്കിലും നെഗറ്റീവ്, കോൺവെക്സ് ആണെങ്കിലോ മിറർ ആണെങ്കിലും ലെൻസ് ആണെങ്കിലും പോസിറ്റീവ്. ഓക്കെ. പിന്നെ ഹൈറ്റ് ഓഫ് ദി ഓബ്ജക്റ്റ് HO ഈസ് ഓൾവേസ് പോസിറ്റീവ്. നമ്മളിപ്പോൾ പ്രിൻസിപ്പൽ ആക്സിസിൻ്റെ മുകളിലല്ലേ നമ്മൾ ഓബ്ജക്റ്റ് വെക്കുന്നത്? ഒരിക്കലും അത് തറയിൽ താഴെ വെക്കില്ലല്ലോ. അപ്പോൾ ആ മുകളിലേക്ക് ആയതുകൊണ്ട് തന്നെ അതെന്താണ്? പോസിറ്റീവ് വാല്യൂ ആണ് അല്ലേ? അതേസമയം ഇമേജിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് അത് ഒരു വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് ആണെന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും. അതേസമയം റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ആണെങ്കിലോ നെഗറ്റീവ് ആയിരിക്കും. ഒരു ഇമേജ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും? ഇത് നെഗറ്റീവ് ആയിരിക്കും. അതേസമയം വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഹൈറ്റ് ഓഫ് ദ ഓബ്ജക്റ്റ് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് മാത്രമായിരിക്കും. ഹൈറ്റ് ഓഫ് ദ ഇമേജ് മാറി വരാം. അത് റിയൽ ഇമേജിന് നെഗറ്റീവും, ഇൻവേർട്ടഡ് ഇമേജ്, അതായത് അത് ഇൻവേർട്ടഡ് ആണ്, നമ്മുടെ വെർച്വൽ ഇമേജിന് പോസിറ്റീവാണ്. So image height can be positive or negative. Object height is only positive. കോൺവെക്സ് മിററിൽ എപ്പോഴും വെർച്വൽ ഇമേജ് ആയതുകൊണ്ട് തന്നെ അത് പോസിറ്റീവ് ആയിരിക്കും. അതേസമയം കോൺകേവ് മിററിലോ പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. വെർച്വൽ ആണെങ്കിൽ പോസിറ്റീവ്, റിയൽ ആണെങ്കിൽ നെഗറ്റീവ്. ഇനി ഈ ടേബിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും യു കോൺകേവിൽ നെഗറ്റീവ്, കോൺവെക്സിലും നെഗറ്റീവ് ആയിരിക്കും. ഇത് ഒരിക്കലും മാറില്ല. നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിച്ചു വയ്ക്കുക. ലെൻസ് ആയാലും മിറർ ആയാലും യു നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ എഫും മാറില്ല. എഫ് കോൺകേവിൽ നെഗറ്റീവ് ആയിരിക്കും, കോൺവെക്സിൽ പോസിറ്റീവ് ആയിരിക്കും. അത് നിങ്ങൾക്ക് ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കാം. HOയും എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അതും ഈ 3ഉം മാറുന്നതേ ഇല്ല. ഇനി മാറുന്നത് ആരൊക്കെയാണ്? നമ്മുടെ വിയും HIയും മാത്രം. വി കോൺകേവ് മിററിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആകാം, കോൺവെക്സ് മിററിൽ എപ്പോഴും പോസിറ്റീവ് മാത്രമായിരിക്കും. അതുപോലെ ഹൈറ്റ് ഓഫ് ദ ഇമേജോ സെയിം, കോൺകേവ് മിററിൽ പോസിറ്റീവോ നെഗറ്റീവോ ആകാം. റിയൽ ആണെങ്കിൽ നെഗറ്റീവ്,
വെർച്വൽ ആണെങ്കിൽ പോസിറ്റീവ്, അതേസമയം കോൺവെക്സിൽ അത് പോസിറ്റീവ് മാത്രമായിരിക്കും. അപ്പോൾ ഇതൊന്ന് വ്യക്തമായി മനസ്സിലാക്കി വെച്ചിരുന്നാൽ നിങ്ങൾക്കിപ്പോൾ ആദ്യത്തെ ആ റേ ഡയഗ്രത്തിലെ പൊസിഷൻസ് ഒന്ന് മനസ്സിലാക്കിയാൽ തന്നെ അത് വെച്ചിട്ട് നിങ്ങൾക്ക് സങ്കല്പിച്ച് അത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ വെർച്വൽ ആണോ റിയൽ ആണോ എന്നൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ഒരു ഡൗട്ട് ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, മിറർ ഫോർമുല. ഈ മിറർ ഫോർമുല ഉപയോഗിച്ച് നിങ്ങൾക്ക് ന്യൂമറിക്കൽസ് ചെയ്യാനുണ്ട്. അപ്പോൾ മിറർ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? ഫോക്കൽ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇമേജ് ഡിസ്റ്റൻസും ഓബ്ജക്റ്റ് ഡിസ്റ്റൻസും ഉപയോഗിച്ചാൽ മതി. അതായത് 1/f = 1/v + 1/u. ഇവിടെ f എന്ന് പറയുന്നത് എന്താണ്? ഫോക്കൽ ലെങ്ത് ആണ്. v എന്ന് പറയുന്നതോ ഇമേജ് ഡിസ്റ്റൻസ് അല്ലേ? u ആണെങ്കിലോ ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ്. അപ്പോൾ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ നമുക്ക് വിയും യുവും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ മനസ്സിലാക്കാം. പക്ഷേ ഇത് ഓരോന്നും എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ സയൻസ് നോക്കണം. ഫോക്കൽ ലെങ്ത് എങ്ങനെ നമുക്ക് നോക്കാം? കോൺകേവ് ആണെങ്കിൽ, കോൺകേവ് മിറർ ആണെങ്കിലോ ലെൻസ് ആണെങ്കിലോ അത് നെഗറ്റീവ് ആയിരിക്കും, കോൺവെക്സ് ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ വി എന്ന് പറയുന്നത് കോൺകേവ് മിററിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആകാം, കോൺവെക്സ് ആണെങ്കിൽ ഓബ്വിയസ്ലി പോസിറ്റീവ് ആയിരിക്കും. യു എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഇനി സപ്പോസ് നമുക്ക് എഫ് ഉണ്ട് നമ്മുടെ കയ്യിൽ, വിയും ഉണ്ട്, നമുക്ക് യു ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിലോ? അപ്പോൾ നമുക്ക് ഈ എഫിൻ്റെ അടുത്തേക്ക് വി എ കൊണ്ടുവരാം അല്ലേ? നമുക്ക് യു ആണ് വേണ്ടത്. വി എ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ എന്തായി? -1/v എന്നായി അല്ലേ? അപ്പോൾ അതെന്താണ്? 1/u. അതുപോലെ നമുക്കിനി വി ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിലോ യുവിനെ ഇങ്ങ് കൊണ്ടുവന്നാൽ മതി. ആ പ്ലസ് ഈ സമത്തിന് ഇപ്പുറത്ത് വരുമ്പോൾ നെഗറ്റീവായി. അപ്പോൾ ഇത് 1/v. അങ്ങനെ ഏതെങ്കിലും രണ്ട് വാല്യൂസ് ഉണ്ടെങ്കിൽ മൂന്നാമത്തത് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. പക്ഷേ ഇവിടെ സൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ പഠിക്കുന്നത് മാഗ്നിഫിക്കേഷനാണ്. മാഗ്നിഫൈ ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? വലുതാക്കി കാണിക്കുക അല്ലേ? അപ്പോൾ ഒരു മിറർ ഉപയോഗിക്കുമ്പോൾ ഇമേജ് എത്രത്തോളം വലുതാകുന്നു അല്ലെങ്കിൽ അതിൻ്റെ സൈസ് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു എന്നത് നമുക്ക് മാഗ്നിഫിക്കേഷനിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല -v/u എന്നുള്ളതാണ്. ഈ നെഗറ്റീവ് എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ്റെ കൂടെയുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു കോൺകേവ് മിററിൻ്റെ ഇമേജ് ഡിസ്റ്റൻസ് -15 ആണെന്ന് എടുക്കുന്നു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് എഴുതണം? -15. ഈ ഇത് വിയുടെ നെഗറ്റീവാണ്. ഈ നെഗറ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളത്, ഈ ഫോർമുലയിലുള്ള നെഗറ്റീവാണ്. അത് തെറ്റിപ്പോകരുത് കേട്ടോ. നമ്മളത് പ്രോബ്ലം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി എം കണ്ടുപിടിക്കാൻ നമുക്ക് മറ്റൊരു വിദ്യയും കൂടെയുണ്ട്. ചിലപ്പോൾ നമുക്ക് ഇമേജ് ഡിസ്റ്റൻസോ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസോ അറിയില്ല, പക്ഷേ നമുക്ക് ഹൈറ്റ് ഓഫ് ദ ഇമേജും ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റും അറിയാമെങ്കിൽ hi/ho എന്നുള്ളതാണ് നമ്മുടെ മാഗ്നിഫിക്കേഷൻ്റെ രണ്ടാമത്തെ ഫോർമുല. അപ്പോൾ മാഗ്നിഫിക്കേഷൻ്റെ ആദ്യത്തെ ഫോർമുല -v/u, രണ്ടാമത്തെ ഫോർമുല hi/ho. അപ്പോൾ ഇത് രണ്ടും എം ആണെങ്കിൽ ഇവ രണ്ടും സെയിം അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? -v/u = hi/ho. ഇവിടെ നമുക്ക് മിക്കവാറും ഹൈറ്റ് ഓഫ് ദ ഇമേജ് കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പോൾ നമുക്ക് വി അറിയാമായിരിക്കും, യു അറിയാം, HO അറിയാം. അപ്പോൾ നമുക്ക് HI ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ കഴിയും. നമുക്കിനി ഒരു പ്രോബ്ലം നോക്കാം. ആൻ ഓബ്ജക്റ്റ് 2 സെൻറ്റിമീറ്റർ ഇൻ ലെങ്ത്. അപ്പോൾ എന്താ തന്നിരിക്കുന്നത്? ഹൈറ്റ് ഓഫ് ദ ഓബ്ജക്റ്റ് അല്ലേ? ഹൈറ്റ് ഓഫ് ദ ഓബ്ജക്റ്റ് എത്രയാണ്? 2 സെൻറ്റിമീറ്റർ. ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 10 സെൻറ്റിമീറ്റർ. അപ്പോൾ ഓബ്ജക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് 10 സെൻറ്റിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺവെക്സ് മിറർ. അപ്പോൾ നമുക്ക് യു തന്നിട്ടുണ്ട്. ഇത് ഏത് ടൈപ്പ് മിററാണ്? കോൺവെക്സ് മിററാണ്. ഓഫ് റേഡിയസ് ഓഫ് കർവേച്ചർ തന്നിട്ടുണ്ട്. റേഡിയസ് ഓഫ് കർവേച്ചർ നമുക്ക് R എന്ന് എടുക്കാം, 30 സെൻറ്റിമീറ്റർ. ഫൈൻഡ് ദ പൊസിഷൻ ആൻഡ് നേച്ചർ ഓഫ് ദ ഇമേജ്. അപ്പോൾ ഇമേജ് പൊസിഷൻ വി നമുക്ക് കണ്ടുപിടിക്കണം. നേച്ചർ എന്ന് പറയുന്നത് റിയൽ ആണോ ഇൻവേർട്ടഡ് ആണോ എന്നുള്ളതിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് തന്നിരിക്കുന്ന എന്തൊക്കെയാണെന്ന് നോക്കാം. HO എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ, അതെപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. യു എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ, പക്ഷെ അതെപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. കോൺവെക്സ് മിററിലാണ് റേഡിയസ് ഓഫ് കർവേച്ചർ
കോൺവെക്സ് മിററിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ എങ്ങനെ എടുക്കണം? പോസിറ്റീവായിട്ട് എടുക്കണം. അത് മിററിൻ്റെ ഇതിപ്പോൾ ഇങ്ങനെയാണ് മിററെങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചർ ഇവിടെയല്ലേ വരുന്നത്. റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? സിക്കും പോളിനും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസിനെയാണ് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. പക്ഷേ റേഡിയസ് ഓഫ് കർവേച്ചറും ഫോക്കൽ ലെങ്ത്തും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ഈ റേഡിയസ് ഓഫ് കർവേച്ചറിൻ്റെ മധ്യത്തിലാണ് ഫോക്കസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഫോക്കൽ ലെങ്ത് റേഡിയസ് ഓഫ് കർവേച്ചറിൻ്റെ ഹാഫ് ആയിരിക്കും. അപ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചർ 30 സെൻറ്റിമീറ്റർ എന്നെടുത്താൽ നമ്മുടെ എഫ് എന്തായിരിക്കും? 15 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതിൻ്റെ പകുതിയായിരിക്കും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വി. അപ്പോൾ വി നമുക്ക് മിറർ ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. 1/f = 1/v + 1/u. നമുക്കിവിടെ 1/v ആണ് വേണ്ടത്. സോ 1/f - 1/u. ഇതൊരു കോൺവെക്സ് മിറർ ആയതുകൊണ്ട് തന്നെ ഫോക്കൽ ലെങ്ത് എന്താണ്? പോസിറ്റീവ് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 1/15 - 1/-10. യു എപ്പോഴും മൈനസ് ആണ്. ഇത് എന്താവും? മൈനസ് ആൻഡ് മൈനസ് എന്തായി? പ്ലസ് ആവും അല്ലേ? അപ്പോൾ 1/15 + 1/10. ഇനി നമുക്കതിൻ്റെ LCM എടുത്ത് നോക്കാം. 30. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 15 2 ടൈംസ്, 10 3 ടൈംസ്. സോ 5/30 എന്ന് കിട്ടി. അപ്പോൾ വി എത്രയായിരിക്കും? 1/v ആണ് 5/30. വി എത്രയായിരിക്കും? 30/5 6 സെൻറ്റിമീറ്റർ എന്ന് ലഭിച്ചു. നമുക്കറിയാം കോൺവെക്സ് മിററിൻ്റെ ഇമേജ് ഡിസ്റ്റൻസ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും അല്ലേ? അപ്പോൾ അത് 6 സെൻറ്റിമീറ്റർ ആണ്. ഇനി നേച്ചർ ഓഫ് ദി ഇമേജ് എന്താണെന്നാണ് ചോദിക്കുന്നത്. പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ അതെന്താണ്? വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും അല്ലേ? പോസിറ്റീവ് വാല്യൂ ആണ് വെർച്വൽ ആൻഡ് ഇറക്റ്റ്. കാരണം കോൺവെക്സ് മിറർ വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഇവിടെ സൈസ് ഓഫ് ദി ഇമേജ് ചോദിച്ചിട്ടില്ല എങ്കിലും ഞാൻ അതും കൂടി കാണിച്ചു തരാം എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ രണ്ടും കണ്ടുപിടിച്ച് തരാം. മാഗ്നിഫിക്കേഷൻ, സപ്പോസ് മാഗ്നിഫിക്കേഷൻ നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ? മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ എന്താണ്? -v/u. ഓക്കെ, ഇവിടെ മൈനസ് ഓഫ് v എത്രയാണ്? 6 സെൻറ്റിമീറ്റർ. u എത്രയാണ്? -10 സെൻറ്റിമീറ്റർ. അപ്പോൾ v എന്ന് പറയുന്നത്, m എന്ന് പറയുന്നത് മൈനസ് എന്തായി? +0.6 ആണ് അല്ലേ? +0.6 ആണ് ഇതിൻ്റെ മാഗ്നിഫിക്കേഷൻ. ഇനി മാഗ്നിഫിക്കേഷനിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ +6, സപ്പോസ് ഇതിൻ്റെ വാല്യൂ -6 ആയിരുന്നു എന്ന് വിചാരിക്കുക, -0.6 ആണെന്ന് വിചാരിക്കുക. പക്ഷേ സാധാരണ രീതിയിൽ നമുക്കറിയാം +0.6 വലുതും -0.6 എന്ന് പറഞ്ഞാൽ ചെറുതുമാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഈ രണ്ട് വാല്യൂസിനെ സെപ്പറേറ്റ് ആയിട്ടാണ് എടുക്കേണ്ടത്. ഈ ചിഹ്നവും നമ്പറും സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം. ഈ പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് ആയതുകൊണ്ടാണ് പ്ലസ് ആയത്. അതേസമയം നെഗറ്റീവ് ആണെങ്കിലോ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ആണ്. അപ്പോൾ നേച്ചർ ഓഫ് ദി ഇമേജിനെയാണ് ഈ സൈൻ സൂചിപ്പിക്കുന്നത്. അതിൻ്റെ നമ്പറുമായിട്ട് ബന്ധമില്ല. ഈ നമ്പർ സൂചിപ്പിക്കുന്നത് അതിൻ്റെ വലിപ്പമാണ്. അതായത് നമ്പർ മാഗ്നിഫിക്കേഷൻ 1 ആണെങ്കിൽ എന്തായിരിക്കും? ഈക്വൽ സൈസ് ആയിരിക്കും. ഒബ്ജക്റ്റിൻ്റെ അതേ സൈസ് ആയിരിക്കും ഇമേജിന്. ഇനി അല്പം ചെറിയതാണെങ്കിലോ? <1. ഇപ്പോൾ നമ്മൾ 0.6 കണ്ടു, അത് 1നേക്കാൾ ചെറുതല്ലേ? അപ്പോൾ എന്തായിരിക്കും? ഡിമിനിഷ്ഡ് ഇമേജ് ആയിരിക്കും. ഡിമിനിഷ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോൾ. ഇനി (1) ആണെങ്കിലോ അല്ലെങ്കിൽ (1) ആണെങ്കിലോ എൻലാർജ്ഡ് ഇമേജ്. അപ്പോൾ ഓർത്തിരിക്കുക, നമ്മൾ മാഗ്നിഫിക്കേഷൻ എഴുതുമ്പോൾ ഞാൻ +1 എന്ന് എഴുതിയാൽ എന്താണ്? അത് പ്ലസ് സ്റ്റാൻഡ്സ് ഫോർ അത് വെർച്വൽ ആൻഡ് ഇറക്റ്റ്. 1 എന്ന് പറഞ്ഞാൽ സെയിം സൈസ്. -1 എന്ന് പറഞ്ഞാലോ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് സെയിം സൈസ്. മനസ്സിലായില്ലേ? ഇനി ഇതേ ചോദ്യത്തിൽ തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഹൈറ്റ് ഓഫ് ദി ഇമേജ് കണ്ടുപിടിക്കാം. അപ്പം നമുക്കറിയാം -v/u = hi/ho. ഇവിടെ മൈനസ് ഓഫ് v എത്രയായിരുന്നു? -6 സെൻറ്റിമീറ്റർ അല്ലേ? -10 = hi നമുക്ക് കണ്ടുപിടിക്കണം. ho എത്രയാണെന്ന് നമുക്കറിയാം? 2 സെൻറ്റിമീറ്റർ. അത് പ്ലസ് ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ hi × -10 is equal to -6 × 2. Therefore, hi is equal to -12/-10. സോ എത്ര കിട്ടും നമുക്ക്? 1.2 സെൻറ്റിമീറ്റർ. ഇത്
മൈനസ് പ്ലസ് ആയി അല്ലേ. അപ്പോൾ പ്ലസ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? വെർച്വൽ ആൻഡ് ഇറക്റ്റ്. അതാണ് ഹൈറ്റ് ഓഫ് ദി ഇമേജ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ റിഫ്ലക്ഷൻ എന്നുള്ളൊരു പാർട്ട് ഇവിടെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കണ്ടു റിഫ്ലക്ഷനിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്. ആദ്യം നമ്മൾ റിഫ്ലക്ഷനിൽ മിററിൻ്റെ 2 ടൈപ്പ് മിറർ പഠിച്ചു. മിററിൻ്റെ പോള്, സെൻറ്റർ ഓഫ് കർവേച്ചർ, പ്രിൻസിപ്പൽ ആക്സിസ്, ഫോക്കൽ ലെങ്ത്, അതിൻ്റെ എല്ലാം ഡെഫിനിഷൻസ് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഇമേജ് പൊസിഷനും ഓബ്ജക്റ്റ് പൊസിഷനും സൈസ്, നേച്ചർ, ടേബിൾ പഠിച്ചു. അതിനെ ബേസ് ചെയ്തിട്ട് റേ ഡയഗ്രാംസ് എങ്ങനെ വരയ്ക്കാമെന്ന് കണ്ടു. റേ ഡയഗ്രാംസിൽ നമ്മൾ 2 റേസാണ് ഉപയോഗിക്കുന്നത്. ആ റേസിൻ്റെ റൂൾസും നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അതിനെ തുടർന്ന് നമ്മൾ പഠിച്ചത് മിറർ ഫോർമുലയാണ്. കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ ഫോളോ ചെയ്തിട്ട് മിറർ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാവുന്നതാണ്. കൂടുതൽ ന്യൂമറിക്കൽസ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. റിഫ്ലക്ഷൻ ന്യൂമറിക്കൽസ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഇംഗ്ലീഷിലാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നു, നിങ്ങൾക്കത് മലയാളത്തിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാൻ തീർച്ചയായിട്ടും മലയാളത്തിൽ അത് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് റിഫ്രാക്ഷൻ എന്താണെന്ന് പഠിക്കാം.